സ്റ്റോക്ക് മാർക്കറ്റ് സേഫാണോ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ആളുകളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം വാരിക്കൂട്ടിയിട്ടുണ്ട്. ചില ആളുകൾ ചെറിയ പൈസക്ക് 10-20 വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച ഒരു 1,00,000 രൂപയുടെ സ്റ്റോക്ക് ഇന്നൊരു 5 കോടിയും 6 കോടിയൊക്കെ ആയിരിക്കുന്നു. ഇങ്ങനെയുള്ള പല ന്യൂസുകളും പല മീഡിയയിലൂടെയും കാണുന്ന മലയാളികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമ്പാദ്യവും വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അതിൽ പ്രോപ്പറായിട്ട് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അതല്ല ഇതെല്ലാം ഓരോ ചതിക്കുഴികളാണോ? ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഒരു തുടക്കക്കാരന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഓരോ കമ്പനിയെ പഠിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റോക്ക് മാർക്കറ്റിലെ വ്യത്യസ്ത ട്രേഡിംഗ് ഓപ്ഷനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഗുണവും ദോഷവും ചതിയും വഞ്ചനയും എല്ലാം പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ സ്ഥാപനം വലിയ രീതിയിൽ വിപുലീകരിക്കണമെന്ന് ആ സ്ഥാപനത്തിൻ്റെ മുതലാളിക്ക് ഒരാഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ 2 ഓപ്ഷനുള്ളൂ. ഒന്നിൽ കുറേ ഇൻവെസ്റ്റേഴ്സിനെ അടുത്തുനിന്ന് പൈസ മേടിച്ച് ആ സ്ഥാപനം വിപുലീകരിക്കുക. അതായത് നോർമലി പോയിട്ട് അവരെ പോയി കണ്ട് പിന്നെ വലിയൊരു ഫണ്ട് വാങ്ങി ആ ഫണ്ടിനെ ബേസ് ചെയ്തിട്ട് സ്ഥാപനത്തിനെ വിപുലീകരിക്കുക. രണ്ടാമതൊരു ഓപ്ഷൻ, അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള കുറേ ആളുകളെ കൊണ്ട് പൈസയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ആ സ്ഥാപനത്തിനെ വിപുലീകരിക്കുക. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രോപ്പർ ഒരു റെക്കോർഡോ ഡോക്യുമെൻറ്റ്സോ ഒന്നും ഇല്ലാതെയാണ് പല സ്ഥാപനങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥാപനത്തിനെ ഓഡിറ്റ് ചെയ്ത് വാല്യൂ കണക്കാക്കിയിട്ട് ഈ സ്ഥാപനത്തിന് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനം നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കണക്കാക്കുന്നുണ്ടല്ലോ. ആ വാല്യൂ, ലൈക്ക് എക്സാമ്പിൾ 1,00,000 രൂപ വാല്യൂ ഉള്ള സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ 1,00,000 രൂപ വാല്യൂ ഉള്ള ആ സ്ഥാപനത്തിൽ എത്ര ഷെയർ കൊടുക്കണമെന്ന് തീരുമാനിക്കും. 100 ഷെയറാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, 1,00,000 രൂപ വാല്യൂ ഉള്ള എൻ്റെ സ്ഥാപനത്തിൽ 100 ഷെയറാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ 1000 രൂപയാണ്. അതിൽ ഞാൻ ഒരു ഓണർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കയ്യിലൊരു 40 ഷെയർ ഞാൻ കയ്യിൽ വെക്കും. ബാക്കി 60 ഷെയർ ഞാൻ പുറത്ത് കൊടുക്കും. ഓക്കെ, ബാക്കി 60 ഷെയർ ഞാൻ എന്തെങ്കിലും കൊടുക്കും. അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു IPO പോലെ, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ട് IPO എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് തുടക്കത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്യും. അപ്പോൾ അതിലൂടെ ആളുകൾക്ക് വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ത്രൂ എൻ്റെ ഷെയറുകൾ വാങ്ങാം. ആ ഷെയറുകൾ വാങ്ങിയ ആളുകളും എൻ്റെ കയ്യിലുള്ള ഷെയറുകളും ഞാൻ ഹോൾഡ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ സ്ഥാപനം അത്രയും ആളുകളുടെ ഫണ്ട് എനിക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഫണ്ട് ഉപയോഗിച്ച് എൻ്റെ സ്ഥാപനത്തിനെ ഞാൻ വിപുലീകരിക്കുന്നു. സ്ഥാപനത്തിൽ പുതിയ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഗ്രോത്ത് കൂടുന്നു. അതിലൂടെ കമ്പനിയുടെ ക്വാർട്ടർ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു എന്ന് പൊതുവെ മാർക്കറ്റിൽ അറിയപ്പെടുന്നു. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരുപാട് ആളുകൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് വീണ്ടും സ്റ്റോക്കുകൾ വാങ്ങാൻ തയ്യാറാവുന്നു. അപ്പോൾ ആളുകൾ കൂടുന്നതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കൂടുന്നു. ആ ഡിമാൻഡ് കൂടുന്നതിലൂടെ സ്വാഭാവികമായിട്ടും എൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുന്നു. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളുള്ള ആളുകൾ പതിയെ കുറച്ച് കൊടുക്കുന്നു. ഒരു 50%, 100% ഒക്കെ ലാഭമായിരിക്കും. 1000 രൂപ സ്റ്റോക്ക് 2000 ഒക്കെ ആകുമ്പോൾ അവർ കൊടുക്കുന്നു. വാങ്ങാൻ ആൾ കൂടുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഒരു ഗ്രോത്ത്. സ്വാഭാവികമായിട്ട് ഏതൊരു കാരണം കൊണ്ട് എൻ്റെ സ്ഥാപനത്തിലോ എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ബിസിനസ് മോശമാവുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടോ, അതല്ലെങ്കിൽ കൊറോണ പോലെ എന്തെങ്കിലും അത് മറ്റുള്ള സിനാരിയോ ഉണ്ടോ, ഡിമാൻഡ് കുറയുമ്പോൾ, എൻ്റെ സ്റ്റോക്കിന് ഡിമാൻഡ് കുറയുമ്പോൾ, മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുമ്പോൾ എൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നിലവിൽ ഈ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 2 മേജറായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഒന്ന് NSE ആണ്, 2 BSE ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും മറ്റേത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. അപ്പോൾ ഇതിൽ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളെ ഇതുപോലെ ഇന്ത്യയിൽ ടോപ്പ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങളെ
പിന്നെ ഓഡിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഷെയറുകൾ വാങ്ങാം. ആ ഷെയറുകൾ വാങ്ങുന്നതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ണറായി മാറുകയാണ്. ഇത്ര ഒരു ഷെയർ, എൻ്റെ ഒരു 10 ഷെയർ ഉണ്ട്, ഒരു 100 ഷെയർ ഉണ്ടെങ്കിൽ ഇത്രയും വെറുത്തുള്ള അതിൻ്റെ ഒരു പാർട്ണറാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊക്കെ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഉള്ളത്, അതാണ് അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൽ മെയിനായിട്ട് 3 കൈൻഡ് ഓഫ് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് സാധാരണ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്, രണ്ടാമത്തത് പിന്നെ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്, മൂന്നാമത്തത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയിട്ട് ഇന്ന് തന്നെ അവസാനിപ്പിക്കുന്നതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഞാൻ ഇന്ന് വരുന്നു, ഒരു സ്റ്റോക്ക് വാങ്ങുന്നു, അത് പിന്നെ ആ ഡേ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ സ്റ്റോക്ക് സെല്ല് ചെയ്തിരിക്കണം. സെല്ല് ചെയ്തതിന് ഓട്ടോമാറ്റിക്കലി അത് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടൈം ആകുമ്പോൾ തന്നെ അത് സെൽ ഓഫ് ആയി പോകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ട്രേഡിങ് സ്വാഭാവികമായിട്ടും അതിൻ്റേതായ കുറേ പിന്നെ പ്രോബ്ലംസുകളുണ്ട്. ഒരുപാട് ആളുകൾ പിന്നെ പണം നഷ്ടപ്പെടുന്നതും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് കൈകൾ പൊള്ളുന്നതും ഒക്കെ ഇൻട്രാഡേ ട്രേഡിങ്ങിലും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും ഒക്കെ പണം നിക്ഷേപിക്കുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചൂതാട്ടം പോലുള്ള റിസ്ക് എടുക്കുകയും ചെയ്യുന്നവർക്കാണ്. അപ്പോൾ അത് ഇൻട്രാഡേ ട്രേഡിങ്ങിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതേക്കുറിച്ച് ഡിഫറെൻറ്റ് വീഡിയോ പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ട്രേഡിംഗ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ് പൊതുവേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഒരു 10 ആൾ വരുന്നുണ്ടെങ്കിൽ 9 ആൾക്കും നഷ്ടമാണ്. ആസ് പെർ ഇത് പ്രകാരം, സർവേ പ്രകാരം 9 ആൾക്ക് നഷ്ടമാണ്. ഒരാൾ മാത്രം കാശുണ്ട്. ആ ഒരാളെന്ന് പറയുന്നത് വലിയ ടീമുകളായിരിക്കുള്ളൂ, വലിയ എക്സ്പെർട്ടുകളായിരിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊരു വ്യക്തിയാവില്ല, ഒരു സ്ഥാപനമായിരിക്കുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി ആളുകൾക്കും നഷ്ടം സംഭവിക്കാറുള്ളൂ. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് സ്വിംഗ് ട്രേഡാണ്. നമുക്കൊരു സ്റ്റോക്ക് വാങ്ങാം, നമ്മുടെ പിന്നെ ഇതിലേക്ക് വരുന്നു, പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത് 10%, 20% ഒക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം. പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെക്കാം. നമുക്കത് എത്ര നാൾ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഒരു 100%, 200% ഒക്കെ ആയിക്കുമ്പോൾ നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാം. അങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ, വർഷങ്ങളോളം ഹോൾഡ് ചെയ്തിട്ട് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയും ചെയ്തു പോകും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പഠിച്ചും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൂടെ സമ്പാദിക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഒരു കമ്പനിയെ നിങ്ങൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം. കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതുപോലെ തന്നെ കമ്പനിയുടെ കംപ്ലീറ്റ് റിപ്പോർട്ടുകൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും അതിൻ്റെ ഒരു പ്രൈസ് മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും വാങ്ങാൻ ശ്രമിക്കുക. മാർക്കറ്റ് നല്ല പീക്കിലുള്ള സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ കമ്പനി നല്ലൊരു പീക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു റിട്ടേൺ ആയി എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം. ഒരു ഇമോഷണൽ ബോണ്ടിങ് അവിടെ ആവശ്യമില്ല. അപ്പോൾ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ എപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല കമ്പനികളിൽ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് കയറി നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഉദ്ദേശിച്ച ടാർഗറ്റ് ആക്കി അത് കൊടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, നല്ല ഫ്യൂച്ചറുള്ള കമ്പനികളിൽ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നോക്കുക. അത് എപ്പോഴും നല്ല ഫ്യൂച്ചറുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ റേറ്റിൽ കിട്ടുന്ന സമയങ്ങളുണ്ടാവും. പക്ഷേ നമുക്കറിയാം ഈ കമ്പനി അത്യാവശ്യം നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിനെ ബേസ് ചെയ്തിട്ടല്ല കേട്ടോ. മാർക്കറ്റിൽ ഈ കമ്പനിക്ക് വലിയൊരു സ്കോപ്പ് ഉണ്ട്, വലിയൊരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്, അതല്ലെങ്കിൽ അവർക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് പഠിക്കണം. ഒരു കമ്പനിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ആ പഠിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ലാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പിന്നെ നിങ്ങളോട് സൂചിപ്പിച്ചൊരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രാഡേ നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഷോർട്ട് സെല്ലിംഗ് ഒഴിവാക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി നിൽക്കുക. അതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മികച്ച ഇൻവെസ്റ്റർ ആവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.